AI ട്രാക്ക്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഓരോ റോഡിലുമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. മുൻകൂട്ടി പറയുകയാണ്, ഇന്ന റോഡിലൂടെ ഭയങ്കരമായ തിരക്കാണ്, ആ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ട്രാഫിക് ജാം ഉണ്ടാകും. അതോടൊപ്പം തന്നെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അത് മുൻകൂട്ടി ആളുകളെ അറിയിക്കുക. അങ്ങനെ ഏറ്റവും ആധുനികമായ ഒരു സംവിധാനമാണ് AI ട്രാക്ക് എന്ന് പറയുന്നത്. ഇതേതാണ്ട് നമ്മുടെ കേരള പോലീസിൽ കഴിഞ്ഞ 2 വർഷമായി ഉള്ള അപകടങ്ങൾ, 2-3 വർഷത്തെ മുഴുവൻ അപകടങ്ങളുടെയും ഡേറ്റ കളക്ട് ചെയ്ത് ഡേറ്റ പൂർണ്ണമായി അനലൈസ് ചെയ്തിട്ടാണ് AI ട്രാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിലെ നിരത്തുകളിൽ ജീവനുകൾ പൊലിയാതിരിക്കാൻ വേണ്ടി, അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി കേരള പോലീസ് നടത്തുന്ന ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ് AI ട്രാക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കും, മുൻകൂട്ടി വിവരങ്ങൾ നൽകും. അതോടൊപ്പം തന്നെ സേഫർ റോഡ്സിനെ പറ്റി പ്രത്യേകം വിവരങ്ങൾ നൽകും. അതോടൊപ്പം പൂർണ്ണമായും റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ പദ്ധതി AI ട്രാക്ക് ആരംഭിക്കുന്നത്. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സ്മാർട്ട് ബീറ്റ് പെട്രോൾ. കേരള പോലീസിന് തന്നെ പോലീസ് സ്റ്റേഷൻ ബീറ്റുണ്ട്, ലോ ആൻഡ് ഓർഡർ പെട്രോൾ ഉണ്ട്, ജനമൈത്രി ബീറ്റുണ്ട്, ഹൈവേ പെട്രോൾ ഉണ്ട്, പിങ്ക് പെട്രോൾ ഉണ്ട്, പെട്രോൾ ചെക്കിംഗ് ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഇതെല്ലാം കൂടി ഒരു ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് സ്മാർട്ട് ബീറ്റ് പെട്രോൾ മാനേജ്മെന്റ് സിസ്റ്റം നിലവിൽ വരാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കിത് വളരെയധികം പ്രയോജനം ചെയ്യും. മാത്രമല്ല, സേവനങ്ങൾ കൂടുതൽ വേഗതയിൽ ലഭ്യമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്മാർട്ട് ബീറ്റ് ആൻഡ് പെട്രോൾ ഒരു മേജർ ഫീൽഡ് പോലീസിംഗ് ആക്ടിവിറ്റിയായി മാറുകയാണ്. അത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇതെല്ലാം കൊണ്ടുവരികയാണ്. അപ്പോൾ ജനങ്ങൾക്ക് പിങ്ക് പോലീസ് എവിടെ, മറ്റേ പോലീസ് എവിടെ, അല്ലെങ്കിൽ ഹൈവേ പെട്രോൾ എവിടെ, ഇതൊന്നും ഓരോന്നിനും തിരക്കി നടക്കാതെ ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് കൊണ്ടുവരികയും സ്പെസിഫിക് പെട്രോൾസ്, കമ്മ്യൂണിറ്റി പോലീസിംഗ് ആക്ടിവിറ്റി, ഇതെല്ലാം കൂടി സൂപ്പർവിസറി ചെക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തേത് സൈബർ വാളാണ്. നമുക്കറിയാം, ഇന്ന് രാജ്യത്ത് ലോകത്തെമ്പാടും സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു, സൈബർ തെഫ്റ്റുകൾ വർദ്ധിച്ചു വരുന്നു, സൈബർ ഫ്രോഡുകൾ ധാരാളം ഉണ്ടാകുന്നു. ഇതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ സെക്യൂരിറ്റി അസിസ്റ്റന്റായി സൈബർ വാൾ ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സൈബർ വാളിന്റെ പ്രത്യേകത സൈബർ സുരക്ഷ, ബോധവൽക്കരണം, വിവരങ്ങളുടെ പരിശോധന, അടിയന്തര സഹായം എന്നിവയെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കേരള പോലീസ് ആരംഭിക്കുന്ന ഡിജിറ്റൽ സുരക്ഷാ പദ്ധതിയാണ് സൈബർ വാൾ. ഇന്ന് ധാരാളം ഫോണിലേക്ക് ധാരാളം കള്ള മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട്. അത് പലതും തെഫ്റ്റാണ് എന്നറിയാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. തന്നെയുമല്ല, അത് അറിയിച്ചാൽ പോലീസ് ആക്ഷൻ പെട്ടെന്നുണ്ടാകും, ഫ്രോഡുകൾ കണ്ടെത്താൻ കഴിയും, ചീറ്റിങ്ങുകൾ അവസാനിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ സുരക്ഷാ പരിശോധന വേഗത്തിലാക്കാൻ കഴിയും. സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട വിവിധ ഡിജിറ്റൽ വിലാസങ്ങളും വിവരങ്ങളും പരിശോധിക്കാൻ ജനങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ചിലർ പോലീസാണെന്ന് ചമഞ്ഞ് ഡിജിറ്റൽ പോലീസാണ് അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കാൻ പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ, വ്യാജ വായ്പാ ആപ്പുകൾ, പ്രധാന ലോൺ ആപ്പുകൾ ധാരാളം നമ്മുടെ സംസ്ഥാനത്ത് വലിയ പ്രചാരത്തിലുണ്ട്. നിക്ഷേപ തട്ടിപ്പുകാർ ധാരാളമുണ്ട്. അതുപോലെ ഫിഷിംഗ്, സ്മീഷിംഗ്,
തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സഹായകമാകും. വ്യാജ കസ്റ്റമർ കെയർ നമ്പറുകൾ, വ്യാജ വ്യക്തിവിവരങ്ങൾ, ഓൺലൈൻ പേയ്മെന്റ് തട്ടിപ്പുകൾ, ലോട്ടറി തട്ടിപ്പുകൾ, ജോലി തട്ടിപ്പുകൾ, ഇതിനെല്ലാം പ്രണയം നടിച്ചുള്ള തട്ടിപ്പുകൾ, റൊമാൻസ് സ്കാംസ്, അക്കൗണ്ടുകൾ ടേക്ക് ഓവർ ചെയ്യുന്ന കൈക്കലാക്കുന്നത്. അപ്പം ചിലപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്ന് വിളിച്ചു പറഞ്ഞ് ആളുകളെ തട്ടിക്കാൻ വേണ്ടി സൈബർ വഴി ആളുകളെ സമീപിക്കാറുണ്ട്. ഭീഷണിപ്പെടുത്തി അവരെ അറസ്റ്റ് ചെയ്യുന്നതിനും ഭീഷണിപ്പെടുത്തി പണം തട്ടിക്കുന്ന കേസുകൾ ഇന്ന് ധാരാളമുണ്ട്. അപ്പം ഇതൊരു തട്ടിപ്പാണെന്ന് തിരിച്ചറിയാനും കൃത്യമായ നടപടി സ്വീകരിക്കാനും ഈ സൈബർ വാൾ കൊണ്ട് കഴിയും. മൾട്ടി ചാനൽ സംവിധാനത്തിലൂടെ സൈബർ സേവനങ്ങൾ ലഭ്യമാണ്. ഒന്ന് കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായ ആൻഡ്രോയിഡ് iOS LOP PO ലാബ് അത് പോലീസിന്റെ ഔദ്യോഗിക ആപ്പാണ്. പ്രത്യേക വാട്സാപ്പ് ബോട്ട്, വാട്സാപ്പ് ചാറ്റ് ബോട്ട്, ടെലിഗ്രാം ബോട്ട്, വെബ് പോർട്ടൽ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ ഇത് ജനങ്ങൾക്ക് ലഭ്യമാണ്. ചുരുക്കത്തിൽ കേരള പോലീസ് തന്നെ, സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു 3 സംവിധാനങ്ങളാണ് ഇന്നിവിടെ ഇനോഗ്രേറ്റ് ചെയ്തത്. അതിന് DGPയെയും ശ്രീ രവാഡ ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ ശ്രീ വിജയൻ, ശ്രീ പ്രകാശ്, ഹർഷിത അട്ടല്ലൂരി, ഈ 4, അതോടൊപ്പം സതീഷ് ബിനോ, ഈ 4-5 ആളുകൾ നേതൃത്വം കൊടുത്ത്, അങ്കിത് അശോക്, ഇവരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി പരിശ്രമിച്ച ശേഷമാണ് അന്തിമമായി ഈ 3 പ്രോജക്റ്റുകൾ ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നത്. ഇത് പല പ്രോജക്റ്റുകളെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ജനങ്ങളുടെ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ ഈ 3 പുതിയ സംവിധാനങ്ങൾ സഹായകമാകും. ഇതെല്ലാം IT റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ പ്രോഗ്രാം നടപ്പാക്കുന്നത്. ഭാവിയിലെ സൈബർ തട്ടിപ്പുകൾ തടയാനും അതോടൊപ്പം തന്നെ വ്യാപകമായ തരത്തിലുള്ള ലോണാപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കാനും ജനങ്ങൾക്ക് പ്രയോജനപ്പെടാനും റോഡപകടങ്ങൾ കുറയ്ക്കാനും അതോടൊപ്പം തന്നെ പോലീസിന്റെ പെട്രോളിംഗ് ജനങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കാനും വേണ്ടിയിട്ടാണ് ഈ 3 സ്കീമുകൾ, പദ്ധതികൾ ഇന്നിവിടെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വ്യാപകമായി പ്രചരണം നിങ്ങൾ കൊടുക്കണം. ജനങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കാനും റോഡപകടങ്ങൾ കുറയ്ക്കാനും റോഡിലുണ്ടാകുന്ന അപകടങ്ങൾ മാത്രമല്ല, പലപ്പോഴും ആളുകൾ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ധാരാളം ഇന്നുണ്ടാകുന്നുണ്ട്. അതെല്ലാം കുറച്ചുകൊണ്ടുവരാനും കഴിയും. ഇത് 600ഓളം പോലീസുകാർക്ക്, വിവിധ തലങ്ങളിലുള്ളവർക്ക് ഇപ്പോൾ തന്നെ ട്രെയിനിങ്, ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ പോലീസിലേക്ക്, പോലീസ് ഉദ്യോഗസ്ഥന്മാരിലേക്ക് ഇതിന്റെ ട്രെയിനിങ് നൽകാനും സാധാരണ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ പ്രചാരം നൽകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പോലീസ് അതിന് നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് നമുക്ക് ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് കരുതുക. ഇപ്പം എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസിനെ കുറിച്ചിട്ടൊക്കെ സാധാരണ നിലക്ക് അതിനകത്തേക്ക് ആളുകൾ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ പ്രകാരം പോയിട്ടാണ് ഈ തട്ടിപ്പിൽ പെടുന്നത്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ജെന്യൂനെസ് URL നോക്കിയിട്ട് ഇത് ജെന്യൂനെസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ എനേബിൾ ചെയ്യുന്നത്, ഒന്ന് നമുക്കൊരു ഇത്തരത്തിലൊരു ഒരു ഇൻഫർമേഷൻ കിട്ടിയ സ്റ്റോപ്പ് ഫസ്റ്റ് നമ്മൾ അത് നിർത്തിയിട്ട് അതിനെ ഒന്ന് എക്സാമിൻ ചെയ്യാം. എക്സാമിൻ ചെയ്തിട്ട് എക്സാമിൻ ചെയ്യാൻ ഇതിൽ ഹെൽപ്പ് ചെയ്യും. നമ്മൾ വേറെ ചോദിക്കാതെ തന്നെ ഇതിനകത്ത് എക്സാമിൻ ഇത് ജെന്യൂൻ ആണല്ലേ. എന്നതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺഫേം ചെയ്യാം ഇതൊരു ഒറിജിനൽ തന്നെയാണ്, ജെന്യൂൻ ആണ്. പിന്നീട് നമുക്ക് ഫർദർ നമുക്ക് അതിനകത്ത് ആക്ട് ചെയ്യണോ വേണ്ടത് തീരുമാനിക്കാം. സൈബർ വാൾ അവിടെ ഒരു പോർട്ടലായിരിക്കും. സൈബർ വാൾ ഒരു പോർട്ടലും കാണും, വെബ് പോർട്ടൽ ഉണ്ടായിരിക്കും. സൈബർ വാൾ പോൾ ആപ്പിലും ഒരു സംവിധാനമായിട്ട് ഒരു മോഡ്യൂളായിട്ട് അവൈലബിൾ ആയിരിക്കും. പോൾ ആപ്പ് ഉള്ളവർക്ക് 19 ലക്ഷം പേര് പോൾ ആപ്പ് ഡൗൺലോഡ്സ് ഉണ്ട്, അവർക്ക് അവൈലബിൾ ആയിരിക്കും. അതല്ലാതെ വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് ആയിട്ടും ടെലഗ്രാമിലുള്ളവർ ടെലഗ്രാം ചാറ്റ് ബോട്ട് ആയിട്ടും അവൈലബിൾ ആയിരിക്കും ഈ സംവിധാനം.